കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ രംഗത്തെ പറ്റിയാണ്. ഒരു പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ആശയമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് സ്ഥിരം പോലെ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങാം. ഇപ്പം എന്താണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്? ഉദാഹരണത്തിന് ഇപ്പോൾ ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് BP മെഷീൻ, അല്ലെങ്കിൽ നെബുലൈസർ, അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, പിന്നീട് നമ്മുടെ വീൽ ചെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇൻസുലിൻ നോക്കുന്ന കാര്യങ്ങളുണ്ട്, ചില പ്രത്യേക മെഷീൻസ് ഉണ്ട്, ഇപ്പോൾ ചില സ്കാനറുകളുണ്ട്, ചില ഹാർട്ട് ബീറ്റ് മോണിറ്ററുകളുണ്ട്, ഇപ്പോൾ ECG EEG മെഷീൻ പോലെ. അപ്പം ചെറിയ വിലയിൽ നിന്ന് തുടങ്ങുന്ന വലിയ വില വരെ എത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവ നമുക്ക് എപ്പോഴും ഒരു ആശുപത്രിയിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ പഞ്ചായത്ത് ക്ലിനിക്കുകൾക്കും ഇതുണ്ടാവാൻ ചാൻസ് കുറവാണ്. വീടുകളിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു വീൽ ചെയറോ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കോ, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒടിവോ ചതവോ പോലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പല കാര്യങ്ങളും സ്ക്രാപ്പ് ആവാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെന്ന് വീഴുന്നത് ലാൻഡ് ഫില്ലുകളിലാണ്. അപ്പം അത് ഒരു മാലിന്യമായി മാറുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഇതേ സാധനം നമുക്ക് കഴുകി വൃത്തിയാക്കി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം, പല ആൾക്കാർക്കും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി വർക്ക്, ദ ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ്, ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് എന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഇതാണ് കാര്യം. ഈ ഉപകരണങ്ങൾ നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്നു, പിന്നീട് അത് ഉപയോഗിക്കാനുള്ള വകുപ്പില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ആശയമാണ് ഒരു ഹെൽത്ത് ബോക്സ് എന്ന് പറയും. കമ്മ്യൂണിറ്റി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയാം. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ല, ഇത് വലുതാണ്. ഇതിന് ശരിക്കും ഒരു നല്ല മുറി വേണം. ആ മുറി വൃത്തിയാക്കണം, ഇടയ്ക്കിടയ്ക്ക് ഈ ഉപകരണങ്ങളൊക്കെ വൃത്തിയാക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇത് ഉപയോഗപ്രദമാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും വേണ്ടത് ഒരു വോളണ്ടറി ബേസിസിൽ, അതായത് ആൾക്കാർ തന്നിഷ്ടപ്രകാരം ഇതിലേക്ക് വരികയും ചിലപ്പോൾ ഇതിനൊരു ചെറിയ ഫണ്ടോ തുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇതിൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെറിയ ഉപഹാരങ്ങൾ കൊടുക്കാവുന്നതുമാണ്. ഇപ്പോൾ മാസം തോറും അല്ലെങ്കിൽ ആഴ്ച തോറും ചെറിയ ചെറിയ ശമ്പളമോ അല്ലെങ്കിൽ ചെറിയ ഉപഹാരങ്ങളോ എന്തെങ്കിലും ഗിഫ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന്, നമുക്ക് ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്താം, കുടുംബശ്രീയിലുള്ള അമ്മമാരെ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ അംഗനവാടിയിലുള്ള ടീച്ചർമാരെ ഉൾപ്പെടുത്താം. കാരണം ഇപ്പം ഇങ്ങനെ അതുപോലെ ഒരു പഞ്ചായത്തിൽ ഒരു 30ഓളം അമ്മമാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുറി, ഇപ്പോൾ ഒരു അംഗനവാടിയിലാവാം, അല്ലെങ്കിൽ ഒരു ആശാ വർക്കറിൻ്റെ ഓഫീസിലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്, അതിനകത്ത് പങ്കെടുക്കുന്ന അമ്മമാരാവാം. അപ്പം ഇവർക്ക് ഇത്തരം ഒരു ഹെൽത്ത് കിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം അതിനകത്ത് ഇപ്പം ഒരു വാർഡിലാണെങ്കിൽ, ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു BP കിറ്റ് ഉണ്ടാവാം, ഒരു ഷുഗർ നോക്കുന്ന യന്ത്രം ഉണ്ടാവും, ഒരു നെബുലൈസർ ഉണ്ടാവാം, ഒരു വീൽ ചെയർ ഉണ്ടാവും. ഇതുപോലെ ഒരു 10ഓ 15ഓ എക്യുപ്മെൻ്റ് ഉപയോഗിക്കാം. ഈ എക്യുപ്മെൻറ്റുകളുടെ മുകളിൽ നിങ്ങൾക്കൊരു QR കോഡ് വെക്കാവുന്നതാണ്. ആ QR കോഡ് നോക്കി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്യുപ്മെൻ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ എക്യുപ്മെൻ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഈ എക്യുപ്മെൻ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോകൾ നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ ഉപകരണങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് രജിസ്റ്റർ വയ്ക്കാം, ഇത് ഇന്ന ദിവസം എത്ര തവണ ഇത് ക്ലീൻ ചെയ്യണം, എത്ര തവണ ടെസ്റ്റ് ചെയ്യണം, ആരാണ് ക്ലീൻ ചെയ്തത്, ആരാണ് ടെസ്റ്റ് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ഗൂഗിൾ ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിന് മുൻഗണന എടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്ത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താം, സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താം, അവർക്കും ഇതിനകത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്താം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനെപ്പറ്റി കുറച്ച് അവയർനെസ് ഉണ്ടാവും. അതായത് എങ്ങനെ ഒരു ഹെൽത്ത് കിറ്റ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ ഇതൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം,
അതുപോലെ തന്നെ എങ്ങനെ മാലിന്യം കുറയ്ക്കാം, എങ്ങനെ സാധാരണക്കാർക്ക് തന്നെ, അതായത് അമ്മമാർക്ക് ഈ ഈ ഈ എക്യുപ്മെൻറ്റുകൾ, വിലയേറിയ എക്യുപ്മെൻറ്റുകളാണ് പലതും, ഇതെങ്ങനെ ഫലപ്രദമായിട്ട് നമ്മുടെ സമൂഹത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു ആശയമാണിത്. നിങ്ങൾക്കെടുക്കാം. അഥവാ ഈ ആശയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ്. താങ്ക് യു.